ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ന സ്കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്മൂത്തിയാണ് കേട്ടോ. ഇത് റാസ്ബെറി സ്മൂത്തിയാണ്. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഐസും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഐസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തണുപ്പില്ലാത്ത സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് കുറച്ച് ഐസും കൂടെ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും തണുപ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ എന്തായാലും റാസ്ബെറി വാങ്ങിച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഞാനിതിൽ ഐസ് ഇടാതെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ഡയറ്റിന് നല്ല ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് റാസ്ബെറി. അതുപോലെ തന്നെ മിൻറ്റ്, പിന്നെ ചിയാ സീഡ്, അതെല്ലാം നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ നമ്മളിതിൽ തൈരും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാൽഷ്യം ഒക്കെ അതിൽ നിന്നും കിട്ടും. അപ്പോൾ നിങ്ങളും ഡയറ്റിൻ്റെ മെനുവിൽ ഇതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാനിതിൽ തൈര് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് കട്ടയാക്കിയിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ റാസ്ബെറി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് റാസ്ബെറിയാണ്. 1 കപ്പ് റാസ്ബെറി എടുത്തിട്ടുണ്ട്. റാസ്ബെറി അറിയാമല്ലോ, ഇങ്ങനെയാണ് നല്ല കുരുകുരുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ പാല് ഐസാക്കിയ ശേഷം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിയാ സീഡാണ്. ചിയാ സീഡ് നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുന്നതും അതുപോലെ നമുക്ക് എന്ത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോഴും അതിലൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ചിയാ സീഡിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിയാ സീഡ് വെള്ളത്തിൻ്റെ താഴേക്ക് അങ്ങനെ പോവില്ല, മേലെ തന്നെ നിൽക്കും. നമ്മൾ കസ്കസ് ആണെങ്കിൽ ഇടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകാറുണ്ട്. പക്ഷേ ചിയാ സീഡ് അങ്ങനെയില്ല, നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ ഫുള്ളായിട്ട് അതുപോലെ ബബ്ലി ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ ബനാന എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് 2 ബനാന ഉണ്ട് ഇവിടെ, പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ അല്ലെങ്കിൽ ഹണിയാണ്. ഹണി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ചേർക്കാം, പക്ഷേ ഷുഗർ ഇടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്ന ഷുഗറിനേക്കാൾ നല്ലത് ഹണിയാണ്. അപ്പോൾ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ, അപ്പോൾ നമുക്കിതിലേക്ക് ഏറ്റവും നല്ലത് ഹണി ചേർക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹണി ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് ഞാൻ ഹണി വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് കുറച്ച് ഷുഗർ മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പക്ഷേ ചിയാ സീഡ് ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. ചിയാ സീഡ് നമുക്ക് ലാസ്റ്റ് ജ്യൂസൊക്കെ റെഡി ആയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ റാസ്ബെറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളിയില്ലാത്ത തൈരാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു ബനാന മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മിൻറ്റ് ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റാസ്ബെറി വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചിയാ സീഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മിൻറ്റും ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു മിൻറ്റും ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ട് എപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഗസ്റ്റിന് കൊടുക്കുമ്പോഴും അവർക്ക് കാണുമ്പോഴും ഒരു സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈ റാസ്ബെറി ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ. റാസ്ബെറി, ഒരു കപ്പ് റാസ്ബെറി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബറിൻ്റെ കലവറാണ് റാസ്ബെറി. അതുപോലെ തന്നെ മാംഗനീസ്, പിന്നെ വിറ്റമിൻ കെ, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി, അയൺ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കോപ്പർ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി കഴിക്കാൻ നോക്കുക. അതുപോലെ ക്യാൻസറിന് ചെറുക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനം, എന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. കാരണം നമ്മൾ അസുഖം വന്ന ശേഷം നമ്മൾ മെഡിസിൻ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ നല്ല ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.